കിരൺ റിജിജു ആരാണ്? കിരൺ റിജിജുവിൻ്റെ അച്ഛൻ ആരാണ്? കിരൺ റിജിജു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ പ്രോട്ടം സ്പീക്കറാണ്, റിൻചിൻ ഖാരു. നോക്കൂ, പ്രേം ഖണ്ഡു ആരാണ്? പ്രേമ ഖണ്ഡു, അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന പ്രേമ ഖണ്ഡു നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡുവിൻ്റെ മകനാണ്. ഇതാണ് ഇവിടുത്തെ തുടർച്ചയാണെന്നേ, ഒന്നല്ല എത്രയെണ്ണം പറയാം. ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ അച്ഛനാരാ? ആരെയാണ് സുവേന്ദു അധികാരിയെ കൊണ്ടുവരുമ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് മോദിക്ക് പ്രശ്നമല്ലായിരുന്നോ? സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വിളിച്ച് മമതാ ബാനർജി പൂട്ടാൻ വേണ്ടിയിട്ട് ഇറക്കുമ്പോൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് തൊട്ടുകൂടാ പാടില്ലായിരുന്നു? അന്ന് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്താണ് ഈ BJPക്ക് വിഷയമല്ലാതിരുന്നത്? ഇനി ദേവേന്ദ്ര ഫട്നവിസ്, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസിൻ്റെ അച്ഛൻ അവിടുത്തെ മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമായിരുന്നു ദേവേന്ദ്ര ഫട്നവിസിൻ്റെ അച്ഛൻ. നോക്കൂ, ഒരേ സമയം കർണാടകയിൽ SR ബൊമ്മയുടെ മകനല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെ സാധ്യമാവുന്നത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിൽ നേരത്തെ ഉണ്ടായിരുന്ന BJP മുഖ്യമന്ത്രി അവിടുത്തെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു. ഇവിടെ മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലെ അംഗമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ. ഇതൊന്നും ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ല. പ്രമോദ് മഹാജൻ്റെ ഭാര്യയ്ക്ക് ലോക്സഭയിൽ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അല്ല. പകരം നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിക്കാൻ വരുമ്പോൾ അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആവുന്നു എന്നുള്ള ഒരു സെലക്റ്റീവ് അംനീഷ്യ എങ്ങനെയാണ് ശശി തരൂരിനുണ്ടായത്?